നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ സ്പെസിഫിക്കലി ഇംഗ്ലണ്ട് ഫാൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. സ്പെഷ്യലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഇംഗ്ലണ്ടിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളതാണ്. ഞാൻ ലൈഫ് ലോങ് ഇംഗ്ലണ്ടിൻ്റെയും ടോട്ടനാമിൻ്റെയും ഒരു സപ്പോർട്ടറാണ്. ഇനി ഫ്യൂച്ചറിൽ അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ 3-4 കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ സൗത്ത് ഗേറ്റിനെ മാറ്റി ടുഷലിനെ കൊണ്ടുവരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ ഇംഗ്ലണ്ട് ക്വാർട്ടർ ഫൈനൽ വരെ എത്തും, സെമിയിലെത്തും, ഫൈനലിലെത്തും. ആ ഫൈനൽ കടമ്പ കടക്കാൻ ഒരു കോച്ചിന് കഴിയുന്നില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം വെച്ചിട്ടാണ് 5 മില്യൺ കൊടുത്തിട്ട് തോമസ് ടുഷലിനെ ഇംഗ്ലണ്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. പുള്ളിയുടെ ഒരു CV നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈറ്റിൽ അടിച്ചിട്ടുണ്ട്, ഡൊമസ്റ്റിക് കപ്പ് വിൻ ചെയ്തിട്ടുണ്ട്, ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ടുണ്ട്. ഇങ്ങനെ എന്തുകൊണ്ടും കേപ്പബിളായിട്ട് ടാക്ടിക്കൽ നോഹോ അറിയാവുന്ന, ടീം മാനേജ്മെന്റ് അറിയാവുന്ന ഒരു മാനേജറാണ്. ആൻഡ് ഐ റെസ്പെക്ട് ഹിം. ഇപ്പോൾ മെക്സിക്കോക്കെതിരെ 10 പേരെ വെച്ചിട്ട് പുള്ളി ഡിഫെൻഡ് ചെയ്ത ആ ഒരു രീതിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ടാക്ടിക്കലി ടുഷലിൻ്റെ കാര്യത്തിൽ ആർക്കും വലിയ ഡൗട്ടൊന്നുമില്ല. പക്ഷേ ഇവിടെ 3-4 കാര്യങ്ങളിൽ പുള്ളി എടുത്ത ഡിസിഷൻസിനെ പറ്റിയിട്ട് എല്ലാവർക്കും ഡൗട്ടുണ്ട്. മെക്സിക്കോ അല്ല അർജന്റീന. ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേപ്പ് വെർഡെക്കെതിരെ, ഈജിപ്തിനെതിരെ കംബാക്ക് നടത്തിയിട്ടുള്ള ഡിഫെൻഡിങ് ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീനക്കെതിരെ അവസാനത്തെ 30 മിനിറ്റ്സ് പ്ലസ് ഇഞ്ചുറി ടൈം ഫുൾ ഡിഫെൻസീവ് മോഡ് പോവാന്ന് പറയുന്നത് സൂയിസൈഡൽ ആണെന്ന് ഏതൊരു കുട്ടിക്കും അറിയാം. ഫസ്റ്റ് ഹാഫ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോപ്പ് പോയി മിഡ്ഫീൽഡൊക്കെ കട്ടക്ക് പിടിച്ചു നിന്നു. നിങ്ങൾ ഒരു ഫൗൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ 2 ഫൗൾ ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും ഫൗൾ ഉണ്ടായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഓൺലി 1 ഷോട്ട് പോലും ടാർഗറ്റിൽ വന്നിട്ടില്ല. ഒരു ഹാഫ് ചാൻസ് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ടാക്ടിക്കൽ ഫൗൾ ഉണ്ടായിരുന്നു, യെല്ലോ കാർഡ് ഉണ്ടായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നു. 2 ടീമും ഫിസിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും ബാറ്റിൽ ചെയ്തു. അപ്പോൾ ടോപ്പ് പോവാൻ ഇംഗ്ലണ്ടിന് കപ്പാസിറ്റി ഉണ്ടെന്ന് ടുഷലിനറിയാം. ആൻഡ് 100% സെക്കൻഡ് ഹാഫിന്റെ 10 മിനിറ്റ് നമ്മൾ സ്കോർ ചെയ്യുകയും ചെയ്തു. ആ സ്കോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഡിഫെൻസീവ് പോകാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാവും, ആ ഒരു ഗോൾ ഡിഫെൻഡ് ചെയ്യാനുള്ള മെന്റാലിറ്റി ഉണ്ടാവും. പക്ഷേ 10 മിനിറ്റിൽ അർജന്റീന സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ക്രോസുകൾ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, പിക്ഫോർഡിന്റെ സേവ്, അതിനുശേഷം നടത്തിയിട്ടുള്ള ലോങ് ഷോട്ടുകൾ, എൻസോ ഫെർണാണ്ടസിന്റെ ഷോട്ട്, ലെഫ്റ്റ് സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ക്രോസുകൾ, ഇതൊക്കെ വാണിംഗ് ആയിരുന്നു. ടുഷലിന്റെ മുമ്പിലുള്ള ഓപ്പൺ ആയിട്ടുള്ള വാണിങ്സ് ആണ് നമ്മൾ കണ്ടത്. ഇപ്പൊ പുള്ളി കറക്റ്റായിട്ട് കാണുന്നുണ്ട്, ടീം ഈസ് അണ്ടർ ട്രിമെൻഡസ് പ്രഷർ. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ക്രോസുകൾ വരുന്നു, മെസ്സി ക്രോസുകൾ ഇടുന്നു, ഒന്നിനു പിറകെ ഒന്നായിട്ട് പിക്ഫോർഡ് സേവ് ചെയ്യുന്നു. ഇതൊക്കെ വാണിംഗ് സൈൻസ് ആയിരുന്നു. എന്നിട്ട് പോലും പുള്ളി ആ ഒരു ഡിഫെൻസീവ് മോഡിൽ അടുത്ത 20 മിനിറ്റ്, അതായത് സെക്കൻഡ് ഹൈഡ്രേഷൻ ബ്രേക്ക് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഒരു 10 മിനിറ്റ് ആ ഒരു ഗോൾ വെച്ചിട്ട് ടോപ്പ് പോവുകയാണെങ്കിൽ നമുക്ക് ബോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇന്നലത്തെ മത്സരത്തിൽ സ്പെയിന് ചെയ്ത എന്താണ്? 1-0 മുമ്പിൽ വന്നു. പക്ഷെ റോഡ്രി എന്ന ടാക്ടീഷ്യൻ ആ മിഡ്ഫീൽഡ് മാനേജ് ചെയ്ത രീതി അൺബിലീവബിൾ ആയിരുന്നു. അവര് ഒരു ഓൾ ഔട്ട് അറ്റാക്കിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ബോൾ കൺട്രോൾ സ്പെയിൻ ഉണ്ടായിരുന്നു. അതിന് പകരം നമ്മൾ ചെയ്തത് ബോൾ അർജന്റീനക്ക് കൊടുക്കുക, 5-4-1 എന്നുള്ള ഫോർമേഷനിൽ ഡിഫെൻഡ് ചെയ്യുക. ഇത് മെക്സിക്കോ അല്ല അർജന്റീന എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. മെസ്സിയെ പോലുള്ള ഒരു പ്ലെയർ അവിടെ ഉണ്ട്. ആൻഡ് ദേ വർ ട്രൈയിങ് ഹാർഡ്. അത് വളരെ വ്യക്തമായിട്ട് ഇംഗ്ലണ്ടിന്റെ സപ്പോർട്ടിങ് സ്റ്റാഫും ടുഷലും കാണുന്നുണ്ട്. പുള്ളിക്കാരൻ ഇത് ജസ്റ്റ് ഓപ്പൺ ആക്കി ഇട്ട് കൊടുത്തതാണ്. വി ആർ റെഡി ടു ഡിഫെൻഡ്. ചിലപ്പോൾ ഈ മത്സരം ജയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അടക്കം പറയായിരുന്നു ടുഷലിന്റെ മാസ്റ്റർ ക്ലാസ് ആണ്. പക്ഷേ ഇത് തന്നെയാണ് സൗത്ത് ഗേറ്റ് മുമ്പത്തെ വേൾഡ് കപ്പ് ചെയ്തിട്ടുള്ളത്. സൗത്ത് ഗേറ്റിന്റെ അതേ ശൈലി തന്നെയാണ് അവസാനത്തെ 20 മിനിറ്റിൽ ടുഷൽ അഡോപ്റ്റ് ചെയ്തത്. പുള്ളി വിചാരിച്ചു മെക്സിക്കോക്കെതിരെ പിടിച്ചേക്കുന്ന പോലെ തന്നെ അർജന്റീനക്കെതിരെ പിടിച്ചേക്കാൻ പറ്റും. പക്ഷേ ദിസ് ഈസ് എ ഡിഫറെന്റ് ഗ്രേവി. അവര് വേൾഡ് ചാമ്പ്യന്മാരായത് വെറുതെ പിച്ചിലൂടെ നടന്നിട്ടില്ല. ഇതുപോലെ കംബാക്ക് നടത്തിയിട്ടാണ് അവർ വേൾഡ് ചാമ്പ്യന്മാരായത്. ഇത് ടുഷലിനെ പോലുള്ള ഒരു കോച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വേറെ ആര് മനസ്സിലാക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഹാരി കെയ്ൻ ഈ ഒരു മാച്ച് കഴിഞ്ഞിട്ട് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എല്ലാ ടൂർണമെന്റിലും നമ്മൾ ഈ 1 ഗോൾ ലീഡിൽ ഹാങ് ഔട്ട് ചെയ്യാൻ നോക്കും, പിറകിൽ പോവും, തോക്കും. അത് തന്നെയാണ് ഇന്നും സംഭവിച്ചത്. എന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നിട്ടുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, ഒഫൻസീവ് സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത്
ആദ്യത്തെ ഗോള് എൻസോ ഫെർണാണ്ടസ് സ്കോർ ചെയ്ത സമയത്ത് നമുക്ക് ഒഫൻസീവ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തായിരുന്നു. അത് പുള്ളി നടത്തിയില്ല. പുള്ളി രണ്ടാമത്തെ ഗോള് വരുന്നത് വരെ പുള്ളി വിചാരിച്ച് ഇഞ്ചുറി ടൈമിൽ പോകും, ആ സമയത്ത് ഐവിൻ ടോണിനെ കൊണ്ടുവരാം, റാഷ്ഫോർഡിനെ കൊണ്ടുവരാം. എന്തുകൊണ്ട് ഫ്രണ്ട്ഫുഡ് പോവാൻ ഈ ടീമിനെ വെച്ച് പേടിക്കുന്നു? ഫസ്റ്റ് ഹാഫിൽ കണ്ടതാണ്. ഫസ്റ്റ് ഹാഫിൽ ഇംഗ്ലണ്ടിന് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ടുഷൽ കണ്ടതാണ്. ഐ മീൻ, ലെറ്റ് ദം പ്ലേ ആൻഡ് ലൂസ്. ലെറ്റ് ദം പ്ലേ. അവർക്ക് കളിക്കാൻ പറ്റാത്ത കളിയൊന്നുമല്ലല്ലോ. ഫസ്റ്റ് ഹാഫിൽ ആ ഒരു പ്ലേ മേക്കിങ്ങിൽ ഒരു 10 മിനിറ്റ് നിന്നിട്ടുണ്ടെങ്കിൽ പ്രഷർ വിൽ ബി ഓൺ അർജന്റീന. നമുക്ക് 2 കൗണ്ടറിനുള്ള ചാൻസ് കിട്ടായിരുന്നു. അതുപോലും ചെയ്യാതെ ബോൾ അർജന്റീനയുടെ കാലിട്ട് കൊടുത്തിട്ട് നിങ്ങൾ ക്രോസ് ചെയ്തോളൂ, നിങ്ങൾ അറ്റാക്ക് ചെയ്തോളൂ, നിങ്ങൾ ബോക്സിൽ നിന്ന് പുറത്തുനിന്ന് ഷോട്ട് എടുത്തോളൂ എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരാന്ന് ഏത് പൊട്ടനും മനസ്സിലാവും. പക്ഷേ ഇവിടെയാണ് ഞാൻ പറയുന്നത്, സൗത്ത് ഗേറ്റും ടുഷലും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഞാൻ പ്രതീക്ഷിച്ചത് ഇതുപോലുള്ള സിറ്റുവേഷനിൽ കറക്റ്റായിട്ട് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. ഒരു സെമി ഫൈനൽ, ഒരു ഫൈനൽ ജയിക്കുമ്പോൾ എപ്പോഴും ഡിഫെൻസീവ് മോഡ് പോയി ജയിക്കുക എന്നുള്ളത്, ഇപ്പോൾ ആർസനൽ PSG എതിരെ എന്ത് സംഭവിച്ചു ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഓവർ ഡിഫെൻസീവ് ആയിട്ട് ഒരു മത്സരം ജയിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക് ഫയർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. എസ്പെഷ്യലി സെമി ഫൈനൽ പോലത്തെ ഒരു ഹൈ സ്റ്റേജിൽ അത് ചെയ്യാൻ പാടില്ല എന്നൊരു കോച്ചിന് അറിയാം. പുള്ളിയുടെ ഡിസിഷൻസ് ആണ് ഏറ്റവും കൂടുതൽ നമ്മളെ എഫക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പം പ്ലേയേഴ്സിന്റെ ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ അർജന്റീന മാസ്കരിക്കുമായിട്ട് പെർഫോം ചെയ്ത്, ഫുൾ ക്രെഡിറ്റ് ടു ദം. അവർ ഔട്ട് പ്ലേ ചെയ്ത് അവസാനത്തെ 20 മിനിറ്റിൽ അർജന്റീന ഔട്ട് പ്ലേഡ് ഇംഗ്ലണ്ട്. വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. നമ്മൾ അവർക്ക് കൊടുത്തേ പറ്റും, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇംഗ്ലണ്ട് കുഡ് ഹാവ് ഡൺ ഇറ്റ് ബെറ്റർ. നിങ്ങൾ ബെറ്റർ ടീം ഫസ്റ്റ് ഹാഫിൽ പെർഫോം ചെയ്തിട്ടുണ്ട്, ഒരു ഗോളിൽ ലീഡ് ചെയ്യാണ്. എന്നിട്ട് പോലും ഒഫൻസീവ് ചേഞ്ച് നടത്താൻ ഈ തോമസ് ടുഷൽ തയ്യാറായിട്ടില്ല എന്ന് പറയുന്നത് വളരെ വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഒരു കോച്ചിനെ കൊണ്ടുവരാനുള്ള ഇത്ര എക്സ്പീരിയൻസ് ഉള്ള പുള്ളിക്കറിയ അർജന്റീന ഒരു ഡിഫറെൻറ്റ് ടീമാണ്, കംബാക്ക് ചെയ്യാൻ ശക്തിയുള്ള ടീമാണ്, മെസ്സി ഉള്ള ടീമാണ്. ഇതൊക്കെ പുള്ളിക്കറിയാം. എന്തുകൊണ്ട് പുള്ളി ചെയ്തില്ല എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. പ്ലേയേഴ്സ് ടയർഡാണോ? മിഡ്ഫീൽഡിൽ ആളെ ഇറക്ക്, ഡെക്ലൻ റൈസിന്റെ വലിക്ക്, ഐവിൻ ടോണി ഇറക്കുന്നുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വിങ്ങേഴ്സിനെ കുറച്ചുകൂടി വൈഡായിട്ട് ബോൾ റിസീവ് ചെയ്തിട്ട് അറ്റാക്കിലേക്ക് പോ. ഒരു 2 അറ്റാക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അർജന്റീന വിൽ ഗോ ബാക്ക് ടു ദെയർ ഓൺ ഹാഫ്. നമുക്ക് കുറച്ച് ബ്രീത്തിങ് സ്പേസ് കിട്ടും, കളി കുറച്ചുകൂടി മാനേജ് ചെയ്യാൻ പറ്റും. അതിന് പകരം പ്രഷർ ഇൻവൈറ്റ് ചെയ്തിട്ട് ടീമിനെ കഷ്ടത്തിലാക്കിയത് ടുഷലിന്റെ ഡിസിഷൻസ് തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം ഹൈഡ്രേഷൻ ബ്രേക്ക് കഴിഞ്ഞിട്ട് പുള്ളി കാണുന്നുണ്ട് ഹൗ മെനി സേവ്സ് പിക്കോഡ് ഹാഡ് ടു മേക്ക്, ഹൗ മെനി ക്രോസസ് കെയിം ഇൻ, എത്ര പ്രാവശ്യം വുഡ് വർക്ക് ടെസ്റ്റ് ചെയ്തു, ഇതൊക്കെ പുള്ളി കാണുന്നുണ്ട്. എന്നിട്ട് പോലും ചേഞ്ചസ് കൊണ്ടുവരാൻ പുള്ളി തയ്യാറായില്ല എന്ന് പറയുമ്പം ഇറ്റ് വാസ് ആബ്സല്യൂട്ട്ലി നോൺസെൻസ് ഫ്രം ടുഷൽ സൈഡ്. ഇംഗ്ലണ്ട് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരും. എപ്പോഴായിരിക്കും ഈ ഒരു ഫ്രണ്ട് ഫുട്ട് പോയി കളിക്കുന്ന ഒരു മാനേജർ? ഞാൻ പറയുന്നത് ഓപ്പൺ ആയിട്ട് കളിക്കാന്നല്ല, ഇതുപോലുള്ള സ്റ്റേജിൽ എത്തുമ്പം യു ഷുഡ് ബി കറേജിയസ്. ഫ്രണ്ട് ഫുട്ട് പോവുക, 2-0 തോറ്റോ, ഇറ്റ്സ് ഫൈൻ, വി പ്ലേഡ് എ ഗുഡ് ഫുട്ബോൾ. അവസാന നിമിഷം വരെ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിച്ചു. മണ്ടത്തരം കളിക്കണം എന്നല്ല, അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കേണ്ട സമയത്ത് കളിക്കണം. അതിന് പകരം ഇൻവൈറ്റിംഗ് പ്രഷർ, കീപ്പിംഗ് ഒരു ടീം അണ്ടർ ട്രബിൾ എന്ന് പറയുന്നത് അൺവാണ്ടഡ് ആണ്. 1-0 മുന്നിൽ നിൽക്കുമ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നില്ല. ഇത് ഒരു ലോ ബ്ലോക്ക് ഇട്ട് കളിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് പാർട്ട് ഓഫ് ദി ഗെയിം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ 30 മിനിറ്റ്സ് ഈസ് എ ലോങ് ടൈം. അവസാനത്തെ 5 മിനിറ്റിൽ നമുക്ക് മനസ്സിലാക്കാം 1-0 ലീഡിൽ ഹാങ് ഓൺ ചെയ്യുന്നത് മണ്ടത്തരാന്ന് പുള്ളിക്കറിയാം. പക്ഷെ പുള്ളി അത് വീണ്ടും ചെയ്തു. ഒന്നും പറയാനില്ല. വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. ഇനി ഏതൊക്കെ പ്ലേയേഴ്സ് അടുത്ത വേൾഡ് കപ്പിൽ ഉണ്ടാവും എന്ന് അറിയില്ല. കെയ്നെ സംബന്ധിച്ചിടത്തോളം പുള്ളി ക്യാപ്റ്റൻ ആയിരിക്കുന്ന അവസാനത്തെ വേൾഡ് കപ്പാണ് സാധ്യത. അൺഫോർച്ചുനേറ്റ് ഫോർ ഇംഗ്ലണ്ട് ഫാൻസ്. എന്തായാലും കീപ് യുവർ ഹെഡ്സ് ഹൈ. നമ്മൾ സെമിഫൈനൽ വരെ എത്തി. വെൽ പ്ലേഡ് അർജന്റീന. സെക്കൻഡ് ഹാഫിൽ അൺറിയൽ ആയിരുന്നു. ഗ്രേറ്റ് പെർഫോമൻസ് ഫ്രം മെസ്സി. ആക്സെപ്റ്റ് ചെയ്യുക, മുമ്പോട്ട് പോവുക. വിൽ കം ബാക്ക് അഗൈൻ. താങ്ക് യു. ബൈ.